സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ ജീവിതം ഏറെക്കുറെ സത്യനിഷേധികളെ അല്ലെങ്കിൽ സുഖലോലുപരായി ജീവിക്കുന്ന ആളുകളെക്കാൾ എന്തുകൊണ്ടും പ്രയാസകരമാണ്. അവർക്കൊരുപാട് നിയന്ത്രണങ്ങൾ, അവർക്കൊരുപാട് പരിമിതികൾ, അവർക്കൊരുപാട് ചിട്ടവട്ടങ്ങൾ ജീവിതത്തിൽ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇതൊരു പരീക്ഷണാലയമാണെന്നാണ് വിശുദ്ധ ഖുർആൻ പല ആയത്തുകളിലും സൂചിപ്പിച്ചിരിക്കുന്നത്. ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, സൂറത്തുൽ മാഇദയിൽ പറയുകയാണ്, നിങ്ങൾക്ക് അവൻ നൽകിയതിൽ നിന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ. നമുക്ക് നൽകിയതിൽ നിന്ന് നമ്മുടെ ആയുസ്സും നമ്മുടെ ധനവും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗകര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് വേണ്ടിയുള്ള പരീക്ഷണമാണ് എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. സൂറത്തുൽ അൻആമിലും ഇതേപോലെ പറയുകയാണ്, ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് പ്രവർത്തനം കൊണ്ട് കർമ്മം കൊണ്ട് ഏറ്റവും നല്ലവൻ എന്ന് പരീക്ഷിക്കുവാനാണ് ഈ ജീവിതം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല എന്ന് സൂറത്തുൽ മുൽക്കിലും കാണാം. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ജീവിതവും മരണവും ഒരുക്കിയവനാണ്, സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അപ്പൊ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണാലയത്തിൽ ജീവിച്ചു പോകുമ്പോ അയാൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ കുറെ നിയന്ത്രണങ്ങൾ വരുത്തേണ്ടതുണ്ട്. അയാളുടെ ജീവിതം ആസ്വാദ്യകരമായി പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ നിർവഹിക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾക്ക് കഴിയില്ല. പല സന്ദർഭങ്ങളിലും ആ മനുഷ്യന്റെ വിശ്വാസിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ആചാരങ്ങൾ ഉയർന്നു വരാറുണ്ട്. അത് പരിസരങ്ങളിൽ വരും, നാടുകളിൽ വരും, സ്വന്തം വീട്ടിലും സ്വന്തം സുഹൃത്തുക്കൾക്കിടയിലും സ്വന്തം ബന്ധുക്കൾക്കിടയിലും വരെ അത്തരത്തിലുള്ള അത്യാചാരങ്ങൾ ഉയർന്നു വരാറുണ്ട്. അപ്പോഴൊക്കെ തന്നെയും എനിക്ക് എൻ്റെ ഈമാനുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെ അതിൽ നിറഞ്ഞു നിൽക്കാൻ കഴിയുക എന്നുള്ളതായിരിക്കണം സത്യവിശ്വാസികൾക്ക് നിർവഹിക്കാനുള്ളത്. സുഖാസ്വാദനത്തിനുള്ള പുതുവഴികൾ വരുമ്പോൾ ആസ്വാദ്യകരമായ ജീവിതത്തിലേക്ക് വഴുതി മാറിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ യാ റബ്ബ് എന്ന ഓർമ്മയിൽ എനിക്കെന്റെ അള്ളാഹുവിന്റെ രക്ഷാവുണ്ട് എന്ന ചിന്തയിലേക്ക് അവൻ തിരിച്ചു വരാൻ തയ്യാറാകണം. അത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യരെ വ്യതിചലിപ്പിക്കുന്ന ആചാരങ്ങളിൽ, ആഘോഷങ്ങളിൽ ഒന്നാണിപ്പോ അടുത്ത വെള്ളിയാഴ്ച അഥവാ ഫെബ്രുവരി 14-ാം തീയതി ആഘോഷിക്കുന്ന ഈ വാലന്റൈൻസ് ഡേ. വളരെ മുമ്പ് ഏതാണ്ട് 3-ാം നൂറ്റാണ്ടിലോ മറ്റോ ആണ് ഒരു ചക്രവർത്തി തന്റെ സൈന്യത്തിലേക്ക് യുവാക്കളെ ലഭിക്കാതായപ്പോ അവർ കുടുംബജീവിതവുമായി ഇഴകിച്ചേർന്ന് പോവുകയാണെന്ന് മനസ്സിലാക്കിയപ്പോ കുടുംബജീവിതത്തെ തകർക്കുന്ന, അല്ലെങ്കിൽ വിവാഹമേ വേണ്ട എന്ന രീതിയിലുള്ള നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിനെതിരെ അവിടുത്തെ ഒരു ബിഷപ്പ് പ്രതികരിക്കുകയും ഇത്തരത്തിൽ കല്യാണവും കുടുംബവും ഒക്കെ ആയി ജീവിക്കുന്ന യുവാക്കളെയും യുവതികളെയും ഒക്കെ സമ്മേളിപ്പിച്ച് ഒന്നിപ്പിച്ച് രഹസ്യമായി അവർക്ക് വൈവാഹിക ജീവിതം ത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊടുക്കുകയും ചെയ്തു. അയാളുടെ പേരാണ് വാലന്റൈൻ. പക്ഷെ ഇതറിഞ്ഞ ചക്രവർത്തി അയാൾ ജയിലിലടച്ചു. ജയിലിൽ വെച്ചും അയാൾക്കൊരു പ്രണയമുണ്ടായി, അന്ധയായ ഒരു യുവതിയെ. പിന്നീട് ആ യുവതി കാഴ്ച വന്നു എന്ന് പറയപ്പെട്ടപ്പോ ഈ ചക്രവർത്തി വീണ്ടും രോഷാകുലാവുകയും ഈ ബിഷപ്പിനെ വധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ വധിക്കപ്പെട്ടു ആ ബിഷപ്പ്. AD 270 ഫെബ്രുവരി 14-നാണ് ഈ സംഭവം നടന്നത് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ തുടർന്നിങ്ങോട്ട് ഫെബ്രുവരി 14-ാം തീയതി ഇത്തരത്തിൽ കമിതാക്കളുടെ പ്രണയത്തിന്റെ ഒരു ദിവസമായി പിൽക്കാല ലോകം തിരഞ്ഞെടുക്കുകയും അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷമയമായി പരിധിവിട്ട ആഭാസങ്ങളുടെ ഏർപ്പാടായി മാറ്റിത്തീരുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലും വ്യാപകമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊന്നും ഇങ്ങനെയില്ല. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ സ്ഥലത്ത് മാത്രം, ഉന്നത കേന്ദ്രങ്ങളിൽ മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ കോളേജ് ക്യാമ്പസുകളിൽ, പാർക്കുകളിൽ, ബീച്ചുകളിൽ, അതിനേക്കാളേറെ സോഷ്യൽ മീഡിയയിൽ പോലും വല്ലാത്ത രീതിയിൽ ആഘോഷമയമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ആചാരത്തിന്റെ ഭാഗമായിട്ട് ഒരു ബോക്സിൽ
കുറെ യുവതികളുടെ കല്യാണപ്രായമായ പെണ്ണുങ്ങളുടെ പേരെഴുതി വെച്ചിട്ട് ഒരാൾ നറുക്കെടുത്തിട്ട് ഏത് പേരാണോ ഏത് പെണ്ണിനെയാണോ തിരഞ്ഞെടുക്കുന്നത് അവളുമായി ജീവിക്കുക കുറച്ചു നാൾ, എന്നിട്ട് കല്യാണം വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലെത്തുകയും വേണമെങ്കിൽ കല്യാണം കഴിക്കുകയും ഇല്ലെങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇത്തരത്തിൽ ആഭാസം നിറഞ്ഞ അതിക്രമം നിറഞ്ഞ ഒരുപാട് ആചാരങ്ങൾ അതിന്റെ ഭാഗമായി ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അത് പിന്നീട് ചുംബനമായും പുണരലായും സ്പർശനമായും ഒക്കെ പ്രണയലേഖനങ്ങൾ കൈമാറുന്നതും കവിതകൾ കൈമാറുന്നതും സമ്മാനങ്ങൾ നൽകുന്നതും ഒക്കെയായി അങ്ങനെ ഒരുപാട് വ്യാപകമായ രീതിയിൽ അത് നടന്നു വരികയാണ്. ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ മക്കൾ പഠിക്കുന്ന, നമ്മുടെ പ്രിയപ്പെട്ടവർ പഠിക്കുന്ന ക്യാമ്പസുകളിലെ പ്രധാനപ്പെട്ട ഒരു ആചാരമായി പോലും അത് മാറിയിരിക്കുന്നു. ഇവിടെ എന്താണ് ഒരു വിശ്വാസം നിർവഹിക്കേണ്ടുന്നത്? ഭാര്യമാരെ പരസ്പരം കൈമാറുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വലിയ ഉന്നതന്മാർക്കിടയിൽ, പണക്കാർക്കിടയിൽ, സെലിബ്രിറ്റികൾക്കിടയിൽ, അതൊക്കെയും വ്യാപകമായി നമ്മുടെ നാട്ടിലേക്ക് പോലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവിടെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം? നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു, ഇടുക്കിയിൽ 14 വയസ്സുള്ള ഒരു പെൺകുട്ടി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയാണ് അത്ര. അതിന്റെ കാരണക്കാരനോ 14 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി, ഓൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇതൊക്കെ നാട്ടിൽ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. ആൺകുട്ടികൾ വേറെ, പെൺകുട്ടികൾ വേറെ, അവർക്ക് സുരക്ഷിതത്വം നൽകാനുള്ള സംവിധാനങ്ങൾ വേറെ എന്നൊക്കെ പറയുമ്പോൾ അതിനെ അപരിഷ്കൃത ലോകത്തിന്റെ ആളുകൾ, അപരിഷ്കൃതരായ ആളുകൾ എന്ന് ആക്ഷേപിക്കുന്നവർ, ഒരേ ബെഞ്ചിൽ തന്നെ ആൺകുട്ടിയും പെൺകുട്ടിയും ഇരുന്ന് പഠിച്ചേ തീരുവെന്ന് വാശി പിടിക്കുന്നവർ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. ആ തോന്നിവാസത്തിന്റെ മറ്റൊരു വശം കൂടിയാണ് ഈ വാലന്റൈൻ്റെ. പ്രണയത്തിന്റെ പേരിൽ രണ്ടുപേരൊന്നിച്ചുകൊണ്ട് ഒളിച്ചോടുകയാണ്. തന്നെ നൊന്തി പെറ്റ മാതാപിതാക്കളെ പോലും അപമാനിക്കുന്ന രീതിയിൽ, വേദനിപ്പിക്കുന്ന രീതിയിൽ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥ വാർത്തകൾ നിത്യേന എന്നോണം വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾക്ക് ഒരു പ്രാധാന്യവും ഇവർക്ക് നൽകാൻ കഴിയുന്നില്ല. പ്രേമത്തിൽ പെട്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സദാചാര മൂല്യങ്ങളെ കുറിച്ചുള്ള അറിവ് കുറഞ്ഞു വരുന്നു. മാതാപിതാക്കളോടുള്ള ബഹുമാനം പോലും കുറഞ്ഞു വരുന്നു. അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ ജീവിതം ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എങ്ങനെയാണ് അതിനെ കൈയാളേണ്ടത് എന്നത് വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പാതയിലൂടെ ആയിരിക്കണം ഓരോ വിശ്വാസിയും അവരുടെ മക്കളെ വളർത്തിക്കൊണ്ടു പോകേണ്ടത്. ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നടക്കുന്നിടത്ത് അവന് പങ്കാളിത്തം വഹിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ മാതാപിതാക്കൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതുമുണ്ട്. ഇസ്ലാമിൽ പ്രണയം എന്നുള്ളത് വളരെ പ്രാധാന്യപൂർവ്വം പരിഗണിച്ച ഒരു കാര്യമാണ്. വമദ്ദത്തും വറഹമ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെയും കല്യാണ ശേഷം മാത്രം അവരിൽ അങ്കുരിക്കപ്പെടുകയും അവരിലൂടെ അത് വളർന്ന് അതൊരു വല്ലാത്ത അവാച്യമായ അനുഭൂതിയായി അവർ ആസ്വദിക്കുകയും ചെയ്യാനുള്ള അനുമതി ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതിനു മുമ്പുള്ള ഇത്തരത്തിലുള്ള ഒരു ബന്ധവും വിവാഹേതര ബന്ധം, പ്രണയം, ശൃംഗാരം അങ്ങനെയുള്ള ഒന്നും ഇസ്ലാം അനുവദിക്കുന്നേ ഇല്ല. അതിന്റെ ഒരു ലാഞ്ചന പോലും അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവരുത് എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്ന. കാരണം അത് വ്യഭിചാരത്തിന് എളുപ്പവഴി കൊടുക്കും, അത് അവിഹിത ബന്ധങ്ങൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കും. ആ സാധ്യതകളെല്ലാം തന്നെ ഇസ്ലാം അടച്ചിടുകയാണ്. ഇസ്ലാം പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയിൽ കർക്കശമായ നിലപാട് വെച്ചു പുലർത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. സംസാര ശൈലിയും സൂക്ഷ്മതയോടെ ആവണം. ശൃംഗാരത്തിന്റെ ലാഞ്ചന അല്ലെങ്കിൽ ശൃംഗാരത്തിന്റെ കൊഞ്ചിക്കൊഴിയുന്നതിന്റെ ഒരു സമീപനവും ഒരാളിൽ നിന്നും ഉണ്ടാവരുത്. സ്ത്രീ ഒറ്റക്ക് യാത്ര ചെയ്യുകയോ ചെയ്യരുത് എന്നീ കാര്യങ്ങൾ ഇപ്പൊ കൈകൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ വ്യാപകമായി വരികയാണ്. ആർക്കും ആരുടെ കൈയും സ്പർശിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബ വീടുകളിൽ പോലും, കല്യാണ സദസ്സുകളിൽ പോലും നിർബാധം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തൊടാൻ പാടുണ്ടോ ഇല്ലേ എന്ന് പോലും ചിന്തിക്കാതെ കൈകൊടുത്ത് അഭിവാദ്യം ചെയ്യുന്ന രീതി ആണും പെണ്ണും തമ്മിൽ. ഇതൊന്നും മതം അനുവദിക്കുന്നില്ല.
ഇത് മതത്തെ പുരോഗതി അല്ലെങ്കിൽ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന മതമാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ ശ്രദ്ധിക്കണം. ഇതൊക്കെയും വിചാരത്തിന് മോശമായ ജീവിത രീതിയിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനുള്ള തുടക്കമോ സൗകര്യമോ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇസ്ലാം പേരിൽ ഇതിനെയൊക്കെയും നിരാകരിച്ചിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചില്ലേ, ഇടുക്കിയിലെ 14 വയസ്സുകാരിയായ പെൺകുട്ടി, അതൊക്കെ ഓരോ അവസരങ്ങളാണ്, ഓരോ സൗകര്യങ്ങളാണ്. അത് ഉപയോഗപ്പെടുത്തിയപ്പോൾ അത്തരത്തിൽ ദുരന്തമുണ്ടായിരിക്കുന്നു. ഇനി എന്താണ് ആ കുട്ടിയുടെ അവസ്ഥ? അതിന് കാരണക്കാരനായ 14കാരന്റെ ജീവിതം ഇനി എന്താണ്? പ്രിയപ്പെട്ടവരെ, കുട്ടിച്ചോറാകുന്ന, ഭാവിയില്ലാത്ത, എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും യുവാക്കളും ചെന്നെത്തുന്ന ഒരു ദുരന്തമാണ് ഇത്തരത്തിലുള്ള ജീവിതം കൊണ്ട് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കണം. ഇക്കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ജയദേവിക എന്ന ഒരു ആക്ടിവിസ്റ്റ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇസ്ലാമിന്റെ വസ്ത്രധാരണ രീതിയുമായി ബന്ധപ്പെട്ട് പലരും ഇസ്ലാമിനെ ആക്ഷേപിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. അവർ പറയുകയാണ്, വാചാലമായി പറയുകയാണ്. എന്നാൽ പർദ്ദ ധരിച്ച് ഇസ്ലാമിക വേഷം ഹിജാബ് ധരിച്ചുകൊണ്ട് എത്ര സഹോദരിമാരാണ് ഉന്നതങ്ങളിൽ ജില്ലാ കളക്ടറല്ല, അതിനപ്പുറം വിമാനം പറപ്പിക്കുന്ന, ശാസ്ത്രലോകത്തിന് വലിയ വലിയ സംഭാവനകൾ നൽകുന്ന അത്യുന്നതമായ മേഖലകളിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എത്ര യുവതികൾ. അതൊന്നും കാണാതെ ഇസ്ലാമിന്റെ വസ്ത്രധാരണ രീതി അധിക്ഷേപിക്കുകയാണ്. അതൊരു സംസ്കാരമാണ് ഇസ്ലാമിന്റെ വസ്ത്രധാരണ രീതി. പിഴച്ചു പോകാതിരിക്കാൻ, വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള അവസരമേ ഇല്ലാതാക്കുന്ന ഒരു സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ വസ്ത്രധാരണത്തിനുള്ള സൂക്ഷ്മത എന്നുകൂടി നാം മനസ്സിലാക്കണം. ഒരാൾ പ്രണയത്തിൽ അകപ്പെട്ടു പോയാൽ അയാൾക്ക് പിന്നെ തിന്മ നിസ്സാരമാണ്. കളവ് പറയേണ്ടി വരും. സാമ്പത്തികമായ പല കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകും. ഒരുപാട് തിന്മകളെ അവർക്ക് പുണരേണ്ടി വരും. അതുവരെ കളവ് പറയാതിരുന്ന, അതുവരെ തിന്മയുമായി രാജ്യാവാതിരുന്ന അവരൊക്കെയും തിന്മയിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥയുണ്ടാകും. ഒന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കളെ അവഗണിക്കും, അവരെ പുച്ഛിക്കും, അവരോടുള്ള ആദരവും ബഹുമാനവും ഒക്കെ ഇല്ലാതായി പോകുന്നു. മറ്റൊന്ന്, പഠനത്തിലെ ശ്രദ്ധ കുറയുന്നു, അതുപോലെ ജോലിയിലുള്ള ശ്രദ്ധ കുറയുന്നു. പരലോകം അതിലുപരിയായി പരലോകം പോലും നഷ്ടമാകുന്നു. എല്ലാം നഷ്ടക്കച്ചവടമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ദേഹേച്ഛയ്ക്ക് മുന്നിൽ പെട്ടുപോകുന്ന, അതിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് മോചിതനാകാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കൂട്ടം കൂടികളാവരുതേ. അല്ലെങ്കിൽ നല്ല ആളുകളെ കാണുമ്പോൾ പള്ളിയിൽ പോകുന്ന കൂട്ടുകാരെ കാണുമ്പോൾ പള്ളിയിൽ പോകും. എന്നാൽ മോശപ്പെട്ട ആളുകളെ കാണുമ്പോൾ അവരോടൊപ്പം കൂടും. ഏത് കോലവും കെട്ടും. നല്ലവരെ കാണുമ്പോൾ നല്ല രീതിയിൽ, മോശപ്പെട്ട ആളുകളെ കാണുമ്പോൾ അവരോടൊപ്പം ആ രീതിയിൽ അങ്ങനെ ജീവിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ഇസ്ലാം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമാണ്. അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ, ഈജിപ്തിലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ സൗദ് ഇബ്നു ഇബ്രാഹിം പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫാസിലുഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ എന്ന ഖുർആന്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട് വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്, അതിനാൽ നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ ബന്ധം സുദൃഢമാക്കണം. അവരിൽ ഒരാൾക്കൊരു വീഴ്ച കണ്ടാൽ, പോരായ്മ കണ്ടാൽ, പാളിച്ച കണ്ടാൽ അത് തിരുത്തി കൊടുക്കാൻ, നല്ല രീതിയിൽ അത് മാറ്റിക്കൊടുക്കാൻ, അതിനെ നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നിങ്ങളിൽ ഉണ്ടാവണം. അങ്ങനെ സഹോദരന്മാരെ പോലെ മുസ്ലിങ്ങൾ വർദ്ധിക്കണം, വിശ്വാസികൾ വർദ്ധിക്കണം. ഇസ്ലാം എന്നുള്ളത് അള്ളാഹുവിനോടുള്ള സ്നേഹം. പ്രവാചകൻ ഒരുപാട് ഹദീസുകളിൽ വിശദീകരിച്ചാണ്, നമ്മൾ പലപ്പോഴും പറഞ്ഞതുമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹമായിരിക്കണം, ഇഷ്ടമായിരിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുധാവനം ചെയ്യുന്ന വ്യക്തിയായി ജീവിക്കാനുള്ള പരിശ്രമമായിരിക്കണം ഒന്നാമതായി അവളിലുണ്ടാവേണ്ടത്. പ്രവാചകനോടായിരിക്കണം മറ്റെന്തിനേക്കാളും സ്നേഹം ഉണ്ടാവേണ്ടത്. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ കൽപ്പന, പ്രവാചകന്റെ മാതൃക, അത് മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയും ഒരു വിശ്വാസിക്ക് ഒരിക്കലും അനുവർത്തിക്കാനും സ്വീകരിക്കാനും കഴിയുകയില്ല. ആളുകളെ പരസ്പരം മാനസികമായി അടുപ്പിക്കുന്ന എല്ലാ നന്മയെയും
പരിധി വിട്ടാത്ത എല്ലാ നന്മയും ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന വാലന്റൈൻസ് ഡേ പോലുള്ള പ്രത്യേക അവസരങ്ങളിൽ അത് പാശ്ചാത്യൻ സംസ്കാരമാണ് ആളുകളിൽ ഇട്ടെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, സമ്മാനങ്ങൾ കൈമാറുന്നു, ആശംസകൾ നേരുന്നു. അതുപോലും അന്നത്തെ ദിവസത്തിൽ സുഹൃത്തുക്കൾക്കോ കല്യാണം കഴിഞ്ഞവർക്ക് പോലുമോ ഇനി ഭാര്യയും ഭർത്താവും തമ്മിൽ പോലുമോ അന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അന്നത്തെ ദിവസത്തെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആശംസകൾ നേരുന്നതും സമ്മാനം നൽകുന്നത് പോലും ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് എന്നാണ് ഉന്നതരായ പണ്ഡിതന്മാരൊക്കെ തന്നെയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ ഗൗരവതരമാണ് വിഷയം, വളരെ ഗൗരവതരമാണ് വിഷയം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയാണ്, പല കാരണങ്ങൾ കൊണ്ടും വാലന്റൈൻ ദിനാഘോഷം അനുവദനീയമല്ല. ഒന്ന്, അത് വിദ്യത്തായ ഒരു കാര്യമാണ്. രണ്ടത് പ്രണയത്തിലേക്കാണ് മനുഷ്യനെ ക്ഷണിക്കുന്നത്. മൂന്നത് സച്ചരിതരായ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത വില കുറഞ്ഞ ആഘോഷമാണ്. അങ്ങനെയുള്ള കുറെ കാരണങ്ങൾ കൊണ്ട് തന്നെ ഫെബ്രുവരി 14 അന്നപാനീയങ്ങൾ കൊണ്ടോ വസ്ത്രം കൊണ്ടോ സമ്മാനങ്ങൾ കൈമാറിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലക്കോ ആഘോഷത്തിന്റെ ഒരടയാളവും പ്രകടിപ്പിക്കാൻ അനുവാദമില്ല മതത്തിന്. ഒരു രീതിയിലും ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ, അതിന്റെ പിന്നാലെ പോകുന്നവർ അതിന്റെ പിന്നാലെ പോകട്ടെ. എന്താണ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹ് വമൻ അഹ്സനു ഖൗല, ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട്? മിമ്മൻ ദാ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും മിമ്മൻ ദാ ഇലല്ലാഹി വഅമില സ്വാലിഹാ, ഏറ്റവും നല്ല രീതിയിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ, പരിപൂർണമായും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ, 99%, 95%, പരിപൂർണമായും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ, എന്റെ ജീവിതവും മരണവും ഇസ്ലാമികമായിരിക്കണമെന്ന് വിശ്വസിക്കുന്ന പരിപൂർണമായും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ ഉന്നതമായ വാക്ക് പറയുന്നവൻ, ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മൾ മുസ്ലിം ആവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് ഏത് സന്ദർഭത്തിലായിരുന്നാൽ പോലും അതിനെ കൈയൊഴിക്കേണ്ടുന്ന ഒരാവശ്യവും നമുക്കില്ല, ഒരാവശ്യവുമില്ല. ഇപ്പറഞ്ഞ വാലന്റൈൻസ് ഡേ ഒക്കെ ഉരുത്തിരിഞ്ഞു വന്നത് ക്രിസ്തീയ സമൂഹത്തിലാണ്. അത്തരം ആചാരങ്ങളെ പോലും എவ்விധത്തിൽ കാണുമെന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. വലൻ തർലാങ്കൽ യഹൂദു വന്നസാറാ ഹത്താ തത്തബിഅ മില്ലതഹും, യഹൂദർക്കോ ജൂതർക്കോ ക്രൈസ്തവർക്കോ ഒരിക്കലും നിന്നെ പറ്റി തൃപ്തി വരൂല. കാരണം പരിപൂർണ മതത്തിന്റെ ആളുകളാണ്, വിശ്വാസികളാണ്, ഇസ്ലാമിനെ ഉൾക്കൊണ്ടവർ. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ സജീവമായ ഇടപെടലുകളിൽ, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഇത്രയേറെ സംഭാവനകൾ നൽകുന്ന ഒരു വിഭാഗമില്ല എന്ന് എല്ലാവരും, കക്ഷി ജാതി മതഭേദമന്യേ സമ്മതിച്ച വിഷയമാണ്. എവിടെ നിന്നാണ് ഈ ഒരു ആവേശം സത്യവിശ്വാസികൾക്ക് കിട്ടിയത്? നമ്മൾ അത്യധ്വാനം ചെയ്തുണ്ടാക്കിയ, നമ്മൾക്ക് ഒരുപാട് ആവശ്യമുള്ള പണം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ, ഹൃദയപൂർവ്വം മാറ്റിവെക്കാൻ കഴിയുന്നത് എവിടെ നിന്നാണ്? അത് പടച്ചവന്റെ കൽപ്പന നമ്മോട് ഉണ്ട് എന്നതിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, ജൂതർക്കോ ക്രൈസ്തവർക്കോ ഒരിക്കലും നിങ്ങളെ പറ്റി തൃപ്തി വരില്ല, നീ അവരുടെ പിന്മാർഗം പിൻപറ്റുന്നത് വരെ. ഖുൽ ഇന്ന ഹുദല്ലാഹി വൽ ഹുദാ, പറയുക അല്ലാഹുവിന്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം. വല ഇനിത്തബഅത അഹ്വാഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, നിനക്ക് അറിവ് വന്നു കിട്ടിയതിന് ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെ എങ്ങാനും നീ പൻപറ്റിപ്പോയാൽ നിനക്ക് സത്യം ബോധ്യമുണ്ട്, അറിയാം. എന്നാലും ചില സന്ദർഭങ്ങളിൽ കണ്ണടച്ചു പോവുകയാണ്. നമ്മുടെ കുടുംബക്കാരില്ലേ, നമ്മുടെ കൂട്ടുകാരില്ലേ, നമ്മുടെ വേണ്ടപ്പെട്ടവരല്ലേ, നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരല്ലേ, നമ്മുടെ മുതലാളിയല്ലേ, മിണ്ടാതെ ആയിപ്പോകുന്നു. അനീതി കണ്ടാൽ പോലും മിണ്ടാതെയായി പോകുന്നു. അനാചാരം കണ്ടാൽ പോലും നന്ന ചുരുങ്ങിയത് എല്ലാ സന്ദർഭത്തിൽ നിന്നും നമുക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, നമുക്ക് എതിർക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവിടെ നിന്നും മാറി നിൽക്കുക എങ്കിലും
ചെയ്യാൻ കഴിയണം. അതാണ് ദുർബലമായ ഈമാൻ എന്ന് പ്രവാചകൻ പറഞ്ഞു. ഒരു തിന്മ കണ്ടാൽ കൈകൊണ്ട് തടയുക, ഇല്ലെങ്കിൽ നാവ് കൊണ്ട് തടയുക. കൈകൊണ്ട് തടയാൻ കഴിയാത്ത തിന്മയാണെങ്കിൽ നാവ് കൊണ്ട് തടയുക, പറയുക. അതിനും കഴിയുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിനെ വെറുക്കുക. അവിടുന്ന് പോയി കളയണം. അവിടെയൊക്കെ പ്രശ്നമുണ്ടാക്കി വാദകോലാഹലം നടത്തി പോണമെന്നല്ലേ പറഞ്ഞത്. നമുക്ക് നിർവഹിക്കാൻ സഹകരിക്കാൻ കഴിയാത്ത തിന്മയുടെ മേഖലയിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകണം. നിനക്ക് അറിവ് വന്നു കിട്ടിയതിനു ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെ എങ്ങാനും നീ പിൻപറ്റിപ്പോയാൽ, നമുക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട് എന്നിട്ടും അവർക്ക് പിന്നാലെയാണ് പോകുന്നതെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നിന്നെ രക്ഷിക്കാനോ സഹായിക്കാനോ അവർക്കോ മറ്റാർക്കുമോ കഴിയുകയില്ല എന്നും ഖുർആൻ ഗൗരവതരമായി തന്നെ സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു, വിജയിച്ചവരാണ് സത്യവിശ്വാസികൾ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചവരാണ്. മൂന്നാമത്തെ ആയത്തിൽ പറയാണ്, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണവർ. അനാവശ്യ കാര്യങ്ങൾ, ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ, വിവാഹത്തിന്റെ പേരിലൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടുകളാണ് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതിനോടൊപ്പം രാജിയായി മിണ്ടാതെ പോവുക എന്നുള്ളത് ഒരിക്കലും വിശ്വാസിക്ക് പാടില്ല എന്നാണ് ഈ ആയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായിരിക്കും ആര്? സത്യവിശ്വാസികൾ. വിജയം പ്രാപിക്കുന്ന സത്യവിശ്വാസികളുടെ ഒരു സവിശേഷതയാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു സവിശേഷത 5-ാമത്തെ ആയത്തിൽ പറയുന്നു, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ. അവർ തങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരുമാണ്, അതിന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുത്തനാചാരങ്ങൾ, പുതിയ രീതികൾ, പുതിയ സമ്പ്രദായങ്ങൾ, അത്തരം സമ്പ്രദായങ്ങൾ സ്വീകരിക്കപ്പെടുകയേ ഇല്ല. ഹത്താ യദാ ബിദ്അ. അവൻ അത് ഉപേക്ഷിക്കുന്നത് വരെ അവന്റെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒരു പുതിയ സമ്പ്രദായത്തിലേക്ക് നമ്മളങ്ങ് പോവുക, അതിന് മതത്തിന്റെ പിന്തുണയുണ്ടോ ഇല്ലയോ എന്ന് പോലും ചിന്തിക്കാതെ പ്രത്യക്ഷത്തിൽ തന്നെ മതവിരുദ്ധമായ ആചാരങ്ങൾ കൊണ്ടാടുന്ന അത്തരം സമ്പ്രദായങ്ങൾക്ക് പിന്നാലെ പോവുകയും ഇബാദത്തുകളിൽ മുഴുകുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ്, നിങ്ങളുടെ ഇബാദത്തുകൾ സ്വീകരിക്കുകയില്ല ഇത്തരം പുതിയ ആചാരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നത് വരെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ പറയുകയാണ്, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ. വ്യാജത്തിന്, കളവിന് സാക്ഷി നിൽക്കാത്തവരും അനാവശ്യ വൃത്തികൾ നടക്കുന്നിടത്ത് കൂടി പോവുകയാണെങ്കിൽ, അനാവശ്യമായ കാര്യങ്ങൾ നടക്കുന്നിടത്ത് കൂടി പോകുന്നവരാണെങ്കിൽ മാന്യമായി കൊണ്ട് അവിടെ ഇടപെടാതെ, അത് ശ്രദ്ധിക്കാതെ, അതിൽ ഒന്നും പ്രതികരിക്കാതെ അങ്ങ് പോകുന്നവർ, കണ്ണു ചിമ്മിക്കൊണ്ട് പോകുന്നവർ മാന്യന്മാരാണ് അവർ. അങ്ങനെയുള്ള ആളുകളാണ് ആര്? സത്യവിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ പറയുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു ജീവിതം, രണ്ടുപേർ ഒന്നിക്കുന്ന ഒരു ജീവിതം, അത് അനുഗ്രഹപൂർണമായി തീരുന്നത്, അത് സന്തോഷകരമായി തീരുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ഔദാര്യം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന നിർഭരമായിരിക്കണം. വിവാഹമെന്ന് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഭാഗങ്ങളാണ് വിവാഹ കർമ്മങ്ങളിൽ ഉള്ളത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ട് പോലും ഇത്തരത്തിൽ പുതിയ ഒരുപാട് ആഭാസങ്ങൾ കല്യാണത്തിന്റെ പേരിൽ നടക്കുകയാണ്. അതിന്റെ ആ കുട്ടിയെ കെട്ടിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ വരനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് പോലും ബേജാറില്ല. ഇത് കണ്ട് പടച്ചവൻ ഇവരുടെ ദാമ്പത്യ ജീവിതം തകർത്ത് കളയുമോ, അതൊരു ദുരന്തപൂർണമായി തീരുമോ എന്ന് പോലും ഒരു ബേജാറില്ലാത്ത വിധത്തിൽ ആയിത്തീർന്നിരിക്കുന്നു വിശ്വാസികൾ. നിസ്സംഗരായിരിക്കുന്നു അവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസിനൽ ഐനി അന്നദുറു. കണ്ണിന് വ്യഭിചാരമുണ്ട് കേട്ടോ, കണ്ണ് വ്യഭിചരിക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണ്? അന്നദുറു, അത് കാഴ്ച കൊണ്ടാണ്, നോട്ടം കൊണ്ടാണ്. നമുക്കറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ത്രീയെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണെന്ന് ആ സ്ത്രീക്കറിയില്ല, മറ്റാർക്കും അറിയില്ല.
മോശപ്പെട്ട രീതിയിലാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. വസിനൽ ലിസാനി, നാവ് കൊണ്ട് വ്യഭിചാരമുണ്ട്. അൽ മന്തിഖു, അത് സംസാരമാണ്. നല്ലതല്ലാത്ത സംസാരവും നല്ലതല്ലാത്ത നോട്ടവും ഒക്കെ തന്നെ വ്യഭിചാരമാണ് എന്നാണ് പ്രവാചകൻ ഉണർത്തിയിരിക്കുന്നത്. ഈ പറയുന്ന വാലന്റൈൻസ് ഡേ ആയിരുന്നാലും അല്ലെങ്കിൽ കല്യാണ ആഘോഷ സമയങ്ങളിലെ ഇടപെടലുകളൊക്കെ തന്നെയായിരുന്നാലും ഇത്തരത്തിലുള്ള വ്യഭിചാരങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുകൂടി നാം മനസ്സിലാക്കുക. ഇവിടങ്ങളിലൊക്കെ പതറിപ്പോകാതിരിക്കുക എന്നുള്ളതാണ് വിശ്വാസം നിർവഹിക്കേണ്ടുന്ന കർമ്മം. ഈമാനിന്റെ ജ്വാല അവനിൽ ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മകളായിരിക്കണം അവന്റെ മനസ്സിൽ നിറയെ ഉണ്ടാവേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസ് പറയുന്നു, വ്യർത്ഥമായ മോശമായ വാക്കുകൾ അവർ കേട്ടാൽ ആറദു അൻഹു, അതിൽ നിന്നവർ തിരിഞ്ഞു കളയും. നല്ലതല്ലാത്ത വാർത്തകൾ കേൾക്കുമ്പോ, നല്ലതല്ലാത്ത ഏർപ്പാടുകൾ കാണുമ്പോ അതിൽ നിന്നവർ തിരിഞ്ഞു കളയും. വഖാലു അവർ പറയും, ലനാ അഅ്മാലുന വലക്കും അഅ്മാലുക്കും, ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കർമ്മങ്ങളാണ്, നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മങ്ങളും. ഞങ്ങൾക്ക് നല്ല കർമ്മങ്ങളാണുള്ളത്, ഞങ്ങൾ അതോടൊപ്പം പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളീൻ. എന്നിട്ട് ഖുർആൻ സൂചിപ്പിക്കുകയാണ്, സലാമുൻ അലൈക്കും, അവർക്ക് നന്മ നേർന്നുകൊണ്ട്, മൂഢന്മാരെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് മംഗളം നേർന്നുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് സലാം രക്ഷക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് പോയി കളയും. അതാണ് സത്യവിശ്വാസികൾ. ഇത്തരം ആഘോഷങ്ങളിൽ പെടാതെ സൂക്ഷിക്കാൻ, നമ്മുടെ മക്കളെ അത്തരം ആഘോഷങ്ങളിൽ പെടാതെ രീതിയിൽ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം അടുത്ത വെള്ളിയാഴ്ചയാണ് ഞാൻ പറഞ്ഞ ഈ ദിവസം, ഫെബ്രുവരി 14. ഇന്നേ ഇത് പറഞ്ഞത് വെള്ളിയാഴ്ച അടുത്ത ദിവസത്തിൽ ജുമഅക്ക് പറയും മുമ്പേ ഇതിന്റെ ആഘോഷങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന, ജോലിയുമായി പോകുന്ന സഹോദരി സഹോദരന്മാരെ കുറിച്ച്, മക്കളെ കുറിച്ച് വലിയൊരു ധാരണ വെച്ച് പുലർത്തിക്കൊണ്ട്, വലിയൊരു പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട്, അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള പ്രേരണ അവരിൽ നിരന്തരമായി നൽകിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോവാൻ. അത്തരത്തിലുള്ള നല്ലവരുടെ കൂട്ടത്തിൽ കാരണവാനായ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.